മുഖ്യമന്ത്രിക്ക് വിമർശനവുമായി ഗവർണർ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അധികാരി, അല്ലാതെ നിശ്ചിത കാലയളവിൽ അധികാരത്തിലെത്തുന്നവർ അല്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി ടിനു ദാസ് ചേരുകയാണ്. ടിനു, വലിയ വിമർശനം തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനെതിരെയുള്ള ഒരു വിമർശനം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുക. ഈ തരത്തിലായിരുന്നു മുഖ്യമന്ത്രിക്ക് ഗവർണറുടെ വിമർശനം. സ്റ്റേറ്റ് ഇൻഫർമേഷൻ സെന്റർ നടത്തിയ സെമിനാറിലായിരുന്നു ഗവർണറുടെ ഈ പരോക്ഷമായിട്ടൊരു വിമർശനം. ആദ്യം തന്നെ പരിപാടി തുടങ്ങുമ്പോൾ ഇവിടെ എത്താൻ വൈകിയതിൽ ഞാൻ ഖേദിക്കുന്നു. കാരണം ഇന്ന് രാവിലെ മുതൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നിർഭാഗ്യവശാൽ എനിക്ക് പറഞ്ഞ സമയത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് DGP ഉൾപ്പെടെ വേദിയിലിരുത്തിക്കൊണ്ട് ഗവർണർ ഇത്തരത്തിലാണ് പ്രസംഗം ആരംഭിച്ചത്. അതിനുശേഷമായിരുന്നു പരോക്ഷമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിമർശനം. അതായത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ, അതായത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അധികാരത്തെ പറ്റിയും ജനങ്ങളുടെ അധികാര വിനിയോഗങ്ങളെ പറ്റിയിട്ടുമാണ് സംസാരിച്ചത്. ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അധികാരികൾ എപ്പോഴും ജനങ്ങളായിരിക്കും, അല്ലാതെ ഒരു നിശ്ചിത കാലയളവിൽ വരുന്ന അധികാര വർഗമല്ല ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ അധികാരം തലയ്ക്ക് പിടിച്ചവർ എന്ത് ചെയ്യുന്നു, എന്ത് തെറ്റ് ചെയ്യുന്നു, എന്ത് കൊള്ളരുതായ്മ ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ട അവകാശങ്ങൾ ജനങ്ങൾക്കുണ്ട്. ആ ജനങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹവുമാണ് വിവരാവകാശ നിയമം എന്നുള്ള രീതിയിലായിരുന്നു ഗവർണർ സംസാരിച്ചത്. ഏതാണ്ട് 10 മിനിറ്റോളം സമയം ഗവർണർ വിവരാവകാശ നിയമങ്ങളെ പറ്റി സംസാരിച്ചു. അവിടെ എല്ലാം പരോക്ഷമായ രീതിയിൽ സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു തന്നെയാണ് സംസാരം. അതൊരു ഔദ്യോഗിക പരിപാടി ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഈ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ മുഴുവനും അധികാരങ്ങളെ കുറിച്ചും അധികാര വർഗങ്ങളെ കുറിച്ചും അധികാര വർഗങ്ങൾ കാണിക്കുന്ന കൊള്ളരുതായ്മകളെ കുറിച്ചും മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ DGPയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയാണ് തനിക്ക് രാവിലെ അനുഭവപ്പെട്ട ദുഷ്കരമായ ഒരു അവസ്ഥ, അല്ലെങ്കിൽ തനിക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെ കുറിച്ച് ആകുലപ്പെട്ടതും ആ സമയത്ത് തന്നെ. എന്തായാലും ഇന്ന് രാവിലെ മുതൽ സംഭവിച്ച കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായിട്ടാണ് ഗവർണറും ഇന്ന് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. KP ടിൻഡു ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.